Hello viewers, it's me Venkateshwar welcoming you once again to my channel Vengis. ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ളതാണ്. വേനൽ അവധിക്കാലം നമ്മുടെ വിദ്യാർത്ഥികൾ എങ്ങനെ ചിലവഴിക്കുന്നു എന്നതിനെ പറ്റിയാണ്. ഇനിയും ഒരു മാസം സമയമുണ്ട് വേനൽ അവധിക്കാലം തീരാൻ. സൂര്യനാണെങ്കിൽ അത്യുഗ്ര നിലയിൽ, പകൽ മുഴുവൻ കൊടും ചൂടാണ്. വെളിയിൽ വിയർത്തു കുളിച്ച് സമയം പാഴാക്കുന്നതിലും നല്ലതാണ് വിദ്യാർത്ഥികൾ ഈ നേരം വീട്ടിലിരുന്ന് പട്ടിക പഠിക്കുക എന്നുള്ളത്. വളരെ ചുരുക്കം വിദ്യാർത്ഥികൾക്കേ ഉള്ളൂ ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കാണാതെ അറിയാവുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാത്ത വിദ്യാർത്ഥികൾക്കായി മാതാപിതാക്കൾ ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് മാർക്കറ്റിൽ എഞ്ചുവടി എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അടങ്ങിയ ബുക്ക് ധാരാളമായി അവൈലബിൾ ആണ്. ഇത് വാങ്ങി നൽകുക മാത്രമല്ല, നിങ്ങളും അവരോടൊപ്പം വൈകുന്നേരങ്ങളിൽ അല്പസമയം സ്പെൻഡ് ചെയ്യുക. ഇനി ഇത് കൂടാതെ എല്ലാ ദിവസവും ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നീ 3 ഭാഷകളിൽ പുതിയ പുതിയ വാക്കുകൾ പഠിക്കാൻ സമയം കണ്ടെത്തുക. ത്രിഭാഷാ പദ്ധതിയാണ് നമുക്ക് കേരളത്തിൽ നിലവിലുള്ളത്. അപ്പോൾ പുതിയ വാക്കുകൾ പഠിക്കണമെങ്കിൽ എങ്ങനെ പഠിക്കും, എവിടെ നിന്ന് പഠിക്കും എന്ന് ചോദ്യമുണ്ടാകും. ഇതിനായി രക്ഷിതാക്കൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഇതുകൂടാതെ ഒരു ഹിന്ദി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും വാങ്ങുക. അധികം ചെലവുള്ള കാര്യമല്ല. സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്പിൽ വരെ ഇന്നത് ധാരാളമായി ലഭ്യമാണ്. വിദ്യാർത്ഥികൾക്ക് ഇത് നോക്കി ധാരാളമായി പുതിയ പുതിയ വാക്കുകൾ പഠിക്കാൻ കഴിയും. ഇതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ എഞ്ചുവടി, ഇതിൽ ഹിന്ദിയിലെ 1 മുതൽ 100 വരെയുള്ള വാക്കുകൾ, ദാറ്റ് മീൻസ് കൗണ്ടിങ് നമ്പേഴ്സ്, ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് പഠിക്കുക. മിക്ക ക്ലാസ്സുകളും കുറഞ്ഞത് 1 മുതൽ 50 വരെയെങ്കിലും പഠിക്കാൻ പറയാറുണ്ട്. എഞ്ചുവടിയിൽ 1 മുതൽ 100 വരെ കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞത് നിങ്ങൾ 1 മുതൽ 50 വരെയെങ്കിലും ദിവസേന എഴുതി പഠിക്കുക. എഴുതി പഠിക്കുന്നത് മൂലമുള്ള മറ്റൊരു പ്രയോജനം എന്ന് വെച്ചാൽ, ഭാഷ ഏതുമായിക്കൊള്ളട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, മലയാളമാവട്ടെ, ഹിന്ദി ആവട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യക്ഷരം നന്നാക്കാം എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ കയ്യക്ഷരം ആ വ്യക്തിയുടെ സ്വഭാവത്തെ സൂചിപ്പിക്കും. ആ നിലയ്ക്ക് നിങ്ങളുടെ കയ്യക്ഷരം നിങ്ങൾ നന്നാക്കുക. സമയം ഇനിയും അതിക്രമിച്ചിട്ടില്ല. 1 മാസം വേനലവധി ഇനിയും നമുക്ക് തീരാനായി കിടപ്പുണ്ട്. അപ്പോൾ ഈ 1 മാസ കാലയളവ് നിങ്ങൾ പ്രയോജനകരമായി ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കാം. മാതാപിതാക്കൾ ഈ ഒരു കാര്യത്തിൽ തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ചാർട്ടുകളും ഇന്ന് പല കടകളിലും അവൈലബിൾ ആണ്. ചാർട്ടായിട്ടോ എഞ്ചുവടിയായിട്ടോ മേടിച്ച് നൽകുക. ഇത് കൂടാതെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഹിന്ദി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും വാങ്ങി നൽകുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിലെയും ഹിന്ദിയിലെയും മലയാളത്തിലെയും പുതിയ പുതിയ വാക്കുകൾ പഠിക്കുവാനും അവ എങ്ങനെ എങ്ങനെയാണ് അവ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനും സാധിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണുന്നവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം മാത്രം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു: നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കാതിരിക്കുക. താങ്ക് യു വ്യൂവേഴ്സ്. വെങ്കടേശ്വർ സൈനിങ് ഓഫ് ഫ്രം വെങ്കീസ്.